ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടൊരു റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രെഡ് റോള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് അത് വേവിച്ച ശേഷം അത് ഉടച്ചെടുക്കാം. ഒരു ക്രഷർ വെച്ചോ അല്ല മറ്റു വല്ല കത്തിയോ മറ്റോ ഉപയോഗിച്ചോ നന്നായിട്ട് ഉടച്ചെടുക്കണേ. ആവുന്ന വിധത്തിൽ ഉടച്ചെടുക്കണം അല്ലേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളിയും അല്ലെങ്കിൽ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും കൂടി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് ബ്ലാക്ക് പെപ്പർ പൗഡർ, നമ്മൾ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും കുറച്ച് മുളക് പൊടിയും അതും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. കൈവച്ച് കുഴച്ച് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. കൈവച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം കയ്യിൽ ചെറിയ ചെറിയ ഉരുളയായിട്ട് നമ്മളിത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഉരുട്ടിയെടുത്ത ശേഷം അത് ചെറുതായിട്ടൊരു നീളമാവുന്ന ഒരു എലിപ്സിൻ്റെ ഷേപ്പിൽ, അതായത് മുട്ടയുടെ ഒരു നീണ്ട പരുവത്തിൽ അതിങ്ങനെ ഉരുട്ടിയല്ല അങ്ങനെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ഉണ്ടയും അതുപോലെ തന്നെ ഈ സ്റ്റഫ് നമ്മൾ ഉരുട്ടിയെടുത്ത് വെക്കാം. നമ്മുടെ സ്റ്റഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റഫ് മുക്കുന്നതിനുള്ള ബാറ്ററും പൊടിയുമാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഏകദേശം 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ബ്രെഡിൻ്റെ ഇന്നർ പോർഷൻ നമ്മൾ മാറ്റി വെച്ചേക്കുക. ഔട്ടറായിട്ടുള്ള ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ അത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത ശേഷം ഈ പൊടിപ്പരുവത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം മുക്കാനുള്ള പൊടി റെഡിയായി. ഇനി ഏകദേശം 2 ടീസ്പൂൺ മൈദ എടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഇങ്ങനെ നല്ല ബാറ്ററായിട്ട് മാറ്റിയെടുക്കാം. ഒരു കട്ട പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ ഇന്നർ പോർഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി അതിനെ ഒരു ചപ്പാത്തി കോൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി പരത്തിയ ചപ്പാത്തിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്റ്റഫ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത ശേഷം ആ മൈദ ബാറ്റർ ജസ്റ്റ് ഒന്നിങ്ങനെ തടവിയ ശേഷം ഇതൊന്ന് ഉരുട്ടി കൊടുക്കുക. അത് റോള് രൂപത്തിലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊട്ടാതെ റോളാക്കി എടുത്ത ശേഷം അത് നമ്മുടെ മൈദ ബാറ്റർ ഉണ്ടല്ലോ ആ മൈദ ബാറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് പെരക്കി എടുക്കുക. അതായത് ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ഈ സ്റ്റഫ്, അതായത് ഈ റോള് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലേ, ബ്രെഡ് പൊടി, അതിൽ ഒന്ന് പരട്ടിയെടുക്കുക. അപ്പോൾ ആ ചുറ്റിനുമായിട്ട് നമ്മുടെ ആ ബ്രെഡ് പൊടി ഇങ്ങനെ പുരട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കും. അതുപോലെ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചേക്കുക. ഇനിയൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം ഈ നമ്മുടെ ഓരോ സ്റ്റഫ് റോളും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഓരോ സൈഡും ബ്രൗൺ കളർ ആവുന്നവരെ ഇത് നമ്മൾ തവി വെച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കാം. ബ്രെഡ് റോൾ ഏകദേശം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തേക്കാം. ഇതുപോലെ എല്ലാ റോളും ഇങ്ങനെ പാൻ ഫ്രൈ ചെയ്തെടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്